നമ്മൾ 2024 വർഷത്തെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SI പരീക്ഷയുടെ മെയിൻസ് എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആണ് ഇന്ന് ഡീൽ ചെയ്യുന്നത്. എൻ്റെ പേര് ഷഹനാസ്. അപ്പം സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 45 മാർക്സിനാണ് ആസ് പെർ ദ സിലബസ് സ്പെഷ്യൽ ടോപ്പിക്സ് ചോദിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ടും വരുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമങ്ങളും ഇന്ത്യയുടെ ഭരണഘടനയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട IT ആക്ട് പോലുള്ള റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട് പോലുള്ള കുറച്ച് സ്റ്റാറ്റ്യൂട്ടുകളുമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഏരിയ ഉണ്ട്. അങ്ങനെയുള്ള ഏരിയാസ് അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക് 45 ചോദ്യങ്ങൾ 45 മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം നമ്മൾ എൻ്റെ സിലബസിലെ സ്പെഷ്യൽ ടോപ്പിക്സിനെ 45 മാർക്കിനെ നമ്മൾ അതിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പാർട്ട് 1 ആയിട്ട് നമ്മുടെ സിലബസിന്റെ അകത്ത് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡാണ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഭാഗത്ത് നിന്ന് 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ, അതായത് 5 ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിന് വരുന്നത്. പാർട്ട് 2 ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ്, CRPC ആണ്. CRPCയുടെ ഭാഗത്തു നിന്നും 5 മാർക്ക് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ക്രിമിനൽ നിയമങ്ങളാണ് ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും. അപ്പം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം ഈ നിയമങ്ങളൊക്കെ പുതിയതായിട്ട് മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിന്റെ പേരുകൾ മാറുന്നു അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്രൊവിഷൻസിന്റെ അകത്ത് മാറ്റം വരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ അത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ ഇപ്പോഴും നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും തന്നെയാണ്. അപ്പൊ 10 മാർക്കിനാണ് ആ 2 നിയമങ്ങൾക്കകത്തുനിന്നും കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. നമ്മുടെ പാർട്ട് 3 നമ്മൾ നോക്കുവാണെങ്കിൽ പാർട്ട് 3യെ തന്നെ 3 ആക്കി കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് സിലബസിൽ. അതില് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്. നമുക്കറിയാം 2000 ഇന്ത്യയിൽ വന്നിട്ടുള്ള 2008 അമെന്റ്മെന്റ് വന്നിട്ടുള്ള ഒരു പ്രധാന നിയമമാണ് IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാംസിന് ഉള്ളത്. അടുത്തൊരു പാർട്ട് 3 മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട് ആണ്, വിവരാവകാശ നിയമം. 2005 ഇന്ത്യയിൽ വിപ്ലവമായിട്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട്. അപ്പൊ അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള സുപ്രീം ലോ ആയിട്ടുള്ള നമ്മുടെ ബേസിക് ലോ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനക്കകത്തുനിന്ന് 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അങ്ങനെ ആ പാർട്ട് 3 അവിടെ എൻഡ് ചെയ്യാണ്. പിന്നീട് പാർട്ട് 4ന്റെ അകത്ത് നമ്മുടെ സിലബസിൽ വെച്ചിരിക്കുന്നത് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് ആണ്. IT-യുടെ ബേസിക്സ്, IT ആക്ടിന്റെ അല്ല, IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ബേസിക്സും പ്ലസ് അതിന്റെ കൂടെ സൈബർ ക്രൈംസും ആണ്. അപ്പൊ ഈ സൈബർ ക്രൈംസ് നമുക്ക് ആക്ച്വലി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ അകത്ത് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ഓവർലാപ്പിംഗ് ആയിട്ട് ഉള്ള ഒരു ഏരിയയും കൂടെയാണ്. അപ്പൊ അങ്ങനെ മൊത്തം 10 മാർക്കിനാണ് ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നത്. ഇതായിട്ട് പാർട്ട് 5 ആണ്. പാർട്ട് 5ന്റെ അകത്ത് ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി ആണ്. അത് 10 മാർക്കിന്. ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഡീൽ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളാണ്. IPC, CRPC, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്ലസ് റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട് എന്നുള്ള ഭാഗമാണ്. സൈബർ ക്രൈംസ് ബേസിക്സ് ഓഫ് IT അല്ല, അതിന്റെ കൂടെയുള്ള സൈബർ ക്രൈംസും കൂടെ ഡീൽ ചെയ്യുന്നതാണ്. ബാക്കി സബ്ജക്ട്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ബേസിക്സ് ഓഫ് IT, ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി, ഇത്തരം ഏരിയ വേറെ ടീച്ചേഴ്സും ഡീൽ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബേസിലാണ്. നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് ഈ ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു സിലബസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഡീറ്റെയിൽഡ് സിലബസ് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ പീനൽ കോഡിൽ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ അകത്ത് പറയുന്ന ഒഫൻസുകളെ, പല ടൈപ്പ് ഓഫ് ഒഫൻസ് ഉണ്ട്, അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ത്യൻ പീനൽ കോഡ് ആക്ച്വലി വലിയൊരു ഏരിയ ആണ്, അല്ലെങ്കിൽ വലിയൊരു കോഡാണ്, വലിയൊരു നിയമമാണ്. അതിന് ഒരുപാട് സെക്ഷനുകളും പാർട്ടുകളും ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് കിടക്കുന്ന ഏരിയയാണ്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് എൻറ്റയർ ഇന്ത്യൻ പീനൽ കോഡിന് പകരം നമുക്ക് എക്സാമിന് ആവശ്യമുള്ള ടോപ്പിക്സിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡിയാണ് ആദ്യമായിട്ട് വരുന്നത്. അതിന്റെ അകത്ത് തെഫ്റ്റ്, എക്സ്റ്റോഷൻ, തെഫ്റ്റിന്റെ അകത്ത് തന്നെ പല പല കാറ്റഗറീസ് ഓഫ് തെഫ്റ്റുകൾ ഉണ്ട്. അതുപോലെ എക്സ്റ്റോഷൻ, അതുപോലെ റോബറി, ഡെക്കോയിറ്റി, ഡിസോണസ്റ്റി, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, സ്റ്റോളൻ പ്രോപ്പർട്ടി, ചീറ്റിംഗ്, മിസ്ചീഫ് വരെയുള്ള ആ ഒരു ഏരിയയിൽ നിന്നാണ്
ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഈ ഒരു സിലബസിൽ നമ്മൾ PSC സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ മുൻവർഷത്തെ നമ്മുടെ ഒരു സിലബസും ഈ വർഷത്തെ സിലബസും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വർഷത്തെ സിലബസിന്റെ അകത്ത് കൃത്യമായിട്ട് സെക്ഷൻ പറയുന്നില്ല, പകരം ഒഫൻസുകളുടെ പേര് മാത്രമാണ് പറയുന്നത്. എന്നാലും മുൻവർഷ ചോദ്യം നോക്കുന്ന സമയത്ത് IPCയിലെ സെക്ഷൻ 378 തെഫ്റ്റ് തുടങ്ങി, തെഫ്റ്റിന്റെ പണിഷ്മെന്റ് നമ്മുടെ സെക്ഷന്റെ നമ്പർ നമ്മുടെ സിലബസിൽ ഇല്ല എന്നേ ഉള്ളൂ. എന്നാൽ കൃത്യമായിട്ട് അതിന്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്ലൈഡ് ആക്കിയ സമയത്ത് കംപ്ലീറ്റ് സിലബസിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യാണ്ട് അതിന്റെ ഒരു പ്രിസൈസ് ആയിട്ട് എങ്ങനെ നമുക്ക് അതിനെ ഷോർട്ട് ആക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ചെറിയ സംക്ഷിപ്ത രൂപം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ തെഫ്റ്റ് മുതൽ തെഫ്റ്റ്, പണിഷ്മെന്റ് ഓഫ് തെഫ്റ്റ് ആണ്, തെഫ്റ്റുമായി ബന്ധപ്പെട്ട ഡ്വെല്ലിംഗ് ഹൗസിൽ തെഫ്റ്റ് നടത്തുന്നത്, തെഫ്റ്റ് ബൈ പബ്ലിക് സർവൻസ് അല്ലെങ്കിൽ ക്ലർക്ക് സെർവന്റ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന മാസ്റ്ററിന്റെ പ്രോപ്പർട്ടിയിൽ നടത്തുന്ന തെഫ്റ്റ് മുതൽ തെഫ്റ്റിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡെത്ത്, അങ്ങനെയുള്ള തെഫ്റ്റിന്റെ പല പല വെറൈറ്റീസ് ഓഫ് തെഫ്റ്റുകൾ ആക്ച്വലി സെക്ഷൻ 379 മുതൽ ഒരു 382 വരെ ഉള്ളതിൽ തെഫ്റ്റിന്റെ വേരിയന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ എക്സ്റ്റോഷന്, തട്ടിക്കൊണ്ടുപോലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള എക്സ്റ്റോഷന്റെ പണിഷ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ റോബറി, ഡെക്കോയിറ്റി, അതുപോലെ റോബറി ഡെക്കോയിറ്റി തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ അങ്ങനെയുള്ള ഒരു ഏരിയ ഒക്കെ അതിന്റെ അകത്ത് വളരെ വിശാലമായിട്ട് IPCക്കകത്ത് പറയുന്നുണ്ട്. ആ ഒരു ഭാഗം മൊത്തം ഉണ്ട്. ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, അതുപോലെ അതുമായി ബന്ധപ്പെട്ട പണിഷ്മെന്റ്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ പണിഷ്മെന്റ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് പല ആളുകൾ നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേരിയഡ് ആയിട്ട് നിൽക്കുന്ന പണിഷ്മെന്റ്സ് എന്തൊക്കെയാണ്, സ്റ്റോളൻ പ്രോപ്പർട്ടി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസോണസ്റ്റ്ലി സ്റ്റോളൻ പ്രോപ്പർട്ടി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെന്റ്, അതുപോലെ ഹാബിച്വലി ഈ സ്റ്റോളൻ പ്രോപ്പർട്ടിയോട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പണിഷ്മെന്റ്, ചീറ്റിംഗ് എന്താണ്, ചീറ്റിംഗ് ബൈ പേഴ്സോണൈസേഷൻ എന്താണ്, പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് എന്താണ്, ഇങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ മിസ്റ്റീഫ് എന്താണ്, മിസ്റ്റീഫിന്റെ പല പല വേരിയൻസ്, ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒഫൻസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയിൽ വരുന്നത് സെക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻ 378 തെഫ്റ്റിന്റെ അകത്ത് തുടങ്ങിയിട്ട് ഏകദേശം പറയുകയാണെങ്കിൽ 440 വരെയുള്ള സെക്ഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഒഫൻസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഭാഗത്ത്. പക്ഷെ നമ്മുടെ എൻറ്റയർ IPCക്ക് നമ്മൾ കൊടുക്കുന്ന സിലബസിന്റെ അകത്ത് പറയുന്നത് 5 മാർക്കാണ്. പക്ഷെ ഇത് തന്നെ വലിയൊരു ഏരിയ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തൊരു നമ്മൾ ഇപ്പൊ സിലബസിന്റെ അകത്ത് A, B എന്ന് പറഞ്ഞൊന്നും കാറ്റഗറൈസ് ചെയ്തില്ല, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തത്. അടുത്തത് ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡി ആണ് വരുന്നത്. അപ്പൊ ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡി, ശരീരത്തിനെതിരെയുള്ള ഒഫൻസുകളെ എന്തൊക്കെയായിട്ടാണ് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞത് എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് കൾപ്പബിൾ ഹോമിസൈഡ് മുതൽ സെക്ഷൻ 299 ഓഫ് IPC ആണ് കൾപ്പബിൾ ഹോമിസൈഡ്. അതുപോലെ മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് തമ്മിലുള്ള ഡിഫറൻസ്, ഇതിന്റെയൊക്കെ പണിഷ്മെന്റ്സ്, നെഗ്ലിജൻസ് കാരണം ഉണ്ടാവുന്ന ഡെത്ത്, ഡൗറി ഡെത്ത് പോലുള്ള കാര്യങ്ങൾ. ഡൗറി ഡെത്ത് ഒഫൻസ് അഗെയിൻസ്റ്റ് വിമൺ എന്ന് പറയുന്ന ഏരിയയിലും കൂടെ നമുക്ക് ഓവർലാപ്പിംഗ് ആയിട്ട് പഠിക്കാൻ വേണ്ടി 2 സ്ഥലത്തും വരുന്ന ഒരു ടോപ്പിക് ആണ് ഡൗറി ഡെത്ത്. 304B ആണ് സെക്ഷൻ അതിന്റെ. കോസിംഗ് മിസ്കാരേജ്, അത് സെക്ഷൻ 312 മുതലാണ് മിസ്കാരേജ്. അതിന്റെ പല പല വേരിയന്റ്, വിമന്റെ കൺസെന്റ് ഇല്ലാണ്ട് മിസ്കാരേജിന് കാരണമാവുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അകത്ത് വരുന്നുണ്ട്. ഹേർട്ട്, അതുപോലെ ഗ്രീവിയസ് ഹേർട്ട്, വളണ്ടർലി കോസിംഗ് ഗ്രീവിയസ് ഹേർട്ട്, വളണ്ടർലി കോസിംഗ് അല്ലെങ്കിൽ പണിഷ്മെന്റ് ഫോർ ഗ്രീവിയസ് ഹേർട്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ഹേർട്ടിന്റെ തന്നെ പല പല വേരിയന്റ് ഓഫ് ഹേർട്ടുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോങ്ഫുൾ റെസ്ട്രെയിൻ, റോങ്ഫുൾ കൺഫൈൻമെന്റ്, ഫോഴ്സ് എന്താണ്, ക്രിമിനൽ ഫോഴ്സ് എന്താണ്, ഇതിന്റെ പല പല വകഭേദങ്ങൾ, അസോൾട്ട് എന്താണ്, കിഡ്നാപ്പിംഗ് എന്താണ്, അതുപോലെ അബ്ഡക്ഷൻ, തട്ടിക്കൊണ്ടുപോലും, റേപ്പ്, ഗ്യാങ് റേപ്പിന് തന്നെ ഒരുപാട് റേപ്പിന്റെ പണിഷ്മെന്റ്, റേപ്പ് പല രീതി എന്തൊക്കെയാണ്, റേപ്പിന്റെ ഡെഫിനിഷൻ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തൊക്കെ റേപ്പാണ്, എന്തൊക്കെ റേപ്പ് അല്ല, റേപ്പിന്റെ തന്നെ പല പല പണിഷ്മെന്റ്, ഓരോ ആളുകൾ കമ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വരുന്ന പണിഷ്മെന്റിൽ വരുന്ന വേരിയേഷൻ, ഗ്യാങ് റേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ 299 ഓഫ് IPCയിൽ കൾപ്പബിൾ ഹോമിസൈഡ് തുടങ്ങിയിട്ട് ആ ഒരു ഭാഗം യഥാർത്ഥത്തിൽ എൻഡ് ചെയ്യുന്നത് 501 വരെ, കണ്ടിന്യൂസ് അല്ല, ഒരു എന്നാലും 501 വരെയുള്ള ഭാഗം വരെ വരുന്ന
റേപ്പ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒഫൻസ് അല്ലെങ്കിൽ പണിഷ്മെന്റ് വരെ വരുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡിയിൽ വരുന്നത്. അതും വലിയൊരു ടോപ്പിക്കാണ്, വലിയൊരു ഏരിയ ആണെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തൊരു ഏരിയ നോക്കുമ്പോൾ ഒഫൻസ് അഗെയിൻസ്റ്റ് വ്യുമൻ ആണ്. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ കോമൺ ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡി ആയിട്ട് കോമൺ ആയിട്ട് വരുന്നതാണ്. ഡൗറി ഡെത്ത് ഒക്കെ ഉള്ള പോലുള്ള ടോപ്പിക് നമ്മൾ പറഞ്ഞത് 304B ആണ്. അത് ഓൾറെഡി ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡി, മനുഷ്യന്റെ ശരീരത്തിനെതിരെയുള്ള ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. പെർട്ടിക്കുലർലി വ്യുമൺ അഗെയിൻസ്റ്റ് ഉള്ള ഒഫൻസും ആണ്. ഒഫൻസ് അഗെയിൻസ്റ്റ് വ്യുമണിൽ 304Bയിലെ ഡൗറി ഡെത്ത് വരുന്നുണ്ട്. അതുപോലെ ആത്മഹത്യ പ്രേരണ, അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് 306. അതുപോലെ അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് വിത്ത് വ്യുമൺ ടു വിമൺ വിത്ത് ദ ഇന്റന്റ് ഔട്ട്റേജ് മോഡസ്റ്റി, സ്ത്രീകളുടെ മോഡസ്റ്റി ഔട്ട്റേജ് ചെയ്യാന്ന ഉദ്ദേശത്തോടു കൂടി അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് കമ്മിറ്റ് ചെയ്യുക. സെക്ഷൽ ഹരാസ്മെന്റ്, ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ ഡിസ്കഷൻ ഈ ഒരു ക്ലാസിന്റെ എൻഡിൽ നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്നൊക്കെ. സെക്ഷൽ ഹരാസ്മെന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വോയറിസം, സ്റ്റോക്കിംഗ് ഒക്കെ കഴിഞ്ഞ 2 വർഷങ്ങളിലും എക്സാമിന് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. റേപ്പ്, ഗ്യാങ് റേപ്പ്, ഗ്യാങ് റേപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡിയിൽ നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ മാരീഡ് ആയിട്ടുള്ള വ്യുമണിനോട് കാണിക്കുന്ന ക്രുവാലിറ്റി, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ. അത് 304B, 306, 354 പലതരം ഔട്ട്റേജിങ് മോഡസ്റ്റി ഓഫ് വ്യുമണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 354Aയിൽ വരുന്ന സെക്ഷൽ ഹാരാസ്മെന്റ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഏകദേശം 511 റേപ്പ് കമ്മിറ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ പണിഷ്മെന്റ് വരെ വരുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒഫൻസ് അഗെയിൻസ്റ്റ് വ്യുമൺ ആയിട്ട് ഇവിടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. സെക്ഷന്റെ നമ്പർ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ പ്രീവിയസ് സിലബസുമായി നോക്കുമ്പോൾ അതേ ടോപ്പിക്സ് തന്നെയാണ് ഈ ഒരു സിലബസിലും കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പാർട്ട് 1 ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇന്ത്യൻ പീനൽ കോഡ് ആണ് നമ്മുടെ സിലബസിലെ പാർട്ട് 1, സ്പെഷ്യൽ ടോപ്പിക്കിലെ പാർട്ട് 1 ആയിട്ട് പറയുന്നത്. അപ്പൊ അതിലുള്ള 3 ഏരിയാസ് നമ്മൾ നോക്കി. 4th ഏരിയ എന്ന് പറയുന്നത് ഒഫൻസ് ബൈ ഓർ അഗെയിൻസ്റ്റ് പബ്ലിക് സെർവന്റ് ആണ്. പബ്ലിക് സെർവന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സർക്കാർ അല്ലെങ്കിൽ പൊതുജന സേവനം നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണ് പബ്ലിക് സെർവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പബ്ലിക് സെർവൻസുമായി ബന്ധപ്പെട്ട് പബ്ലിക് സെർവൻസ് നടത്തുന്നതോ അല്ലെങ്കിൽ പബ്ലിക് സെർവൻസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നടത്തുന്നതോ ആയിട്ടുള്ള ഒഫൻസുകളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. IPCയിലെ സെക്ഷൻ 166 മുതൽ ഒരു 171 വരെയുള്ള പബ്ലിക് സെർവന്റ് ഡിസൊബേയിങ് ലോ വിത്ത് ഇന്റന്റ് ടു കോസ് ഇഞ്ചുറി ടു എനി പേഴ്സൺ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വിയറിംഗ് ഗാബ് ഓർ ക്യാരിങ് ടോക്കൺ യൂസ്ഡ് ബൈ പബ്ലിക് സെർവന്റ് വിത്ത് ഫ്രോഡുലന്റ് ഇന്റന്റ് എന്ന് പറയുന്ന 171 ഒഫൻസ് വരെയുള്ള ആ ഒരു ഏരിയയാണ് ഒഫൻസ് ബൈ ഓർ അഗെയിൻസ്റ്റ് പബ്ലിക് സെർവന്റ് എന്ന് പറയുന്ന സെക്ഷൻസ്. അത് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് IPCയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ് ജനറൽ എക്സെപ്ഷൻസ് ആണ്. ഒഫൻസുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ അയാളെ ചില സാഹചര്യങ്ങളിൽ അയാളെ ആ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാളെ കുറ്റവിമുക്തനാക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതാണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. IPCയിലെ സെക്ഷൻ 76 മുതൽ 100.6 വരെയുള്ള ഭാഗത്തായിട്ടാണ്, സെക്ഷനുകളിലായിട്ടാണ് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഏരിയ പറയുന്നത്. അപ്പൊ ജനറൽ എക്സെപ്ഷൻസിന്റെ അകത്ത് ഒരുപാട് ടോപ്പിക്സുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്തുനിന്നൊക്കെ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ആക്സിഡന്റിലൂടെ ചെയ്യുന്ന ഒഫൻസുകൾ, അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന ഒഫൻസ് അല്ല, അല്ലെങ്കിൽ അൺസൗണ്ട് പേഴ്സൺസ് ചെയ്യുന്ന ഒഫൻസുകൾ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഏരിയ അതിന്റെ അകത്ത് പോലെ പ്രൈവറ്റ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഒഫൻസ് കൺവിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ എക്സ്റ്റെന്റ് എത്രയാണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു ഏരിയ ആണ് ആക്ച്വലി ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കൂടെയാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ അകത്തുള്ള. അടുത്തതായിട്ട് IPCയിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന പബ്ലിക് ന്യൂയിസൻസ് സെക്ഷൻ 268 ആണ്. പബ്ലിക് ന്യൂയിസൻസും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ 268, 269, 270, 77, 290 എന്ന് പറയുന്ന ഒരു 5 സെക്ഷൻസ് ആണ് അവിടെ കൊടുത്തത്. അപ്പൊ പബ്ലിക് ന്യൂയിസൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് റിലേറ്റഡ് ഒഫൻസുകളിൽ ആ ഒഫൻസും അതിന്റെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന കുറച്ച് ഒഫൻസുകളാണ് അവിടെ യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ 6 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ 6 ഏരിയാസ് ആയിട്ട്, കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ കൊടുക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 5 മാർക്കാണ് ഇത്രയും എൻറ്റയർ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ നിന്ന് കൊടുക്കുന്നത്. അത് നമുക്ക്
അടുത്തൊരു ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ അടുത്ത പാർട്ട് 2ലേക്ക് പോകാവുന്നതാണ്. അപ്പൊ പാർട്ട് 2 നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പാർട്ട് 2 ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ്. CRPC എന്ന് പറയുന്ന ഇന്ത്യയിലെ ക്രിമിനൽ നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്ന പ്രൊസീജിയറൽ ലോ ആണ് CRPC. അപ്പൊ പ്രൊസീജിയറൽ ലോ ആയിട്ടുള്ള CRPCയിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ബേസിക്കലി സെക്ഷൻ 2ന്റെ അകത്ത് ഒരുപാട് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. CRPCയുടെ സെക്ഷൻ 2ന്റെ അകത്ത് വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡെഫിനിഷൻസ് പറയുന്നത് അതിന് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അപ്പൊ ആ ഡെഫിനിഷൻസ് ആണ് അതിന്റെ പാർട്ട് 1 ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ എ ആയിട്ട് നമുക്ക് അതിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പൊ അതിനകത്ത് ബെയിലബിൾ ഒഫൻസ് എന്തൊക്കെയാണോ ബെയിലബിൾ, എന്തൊക്കെയാണ് നോൺ ബെയിലബിൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒഫൻസുകൾ സെക്ഷൻ 2A ബേസിക്കലി മിക്ക ലോകളുടെയും ആക്ടുകളുടെയും അല്ലെങ്കിൽ കോഡ്സ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ സെക്ഷൻ 2ലായിരിക്കും മിക്കതും ഡെഫിനിഷൻ ക്ലോസസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക സെക്ഷൻ 2ലായിരിക്കും. അതുപോലെ തന്നെയാണ് CRPCയിലും സെക്ഷൻ 2A എന്താണ് ബെയിലബിൾ ഒഫൻസ്, ജാമ്യം കിട്ടുന്ന കുറ്റകൃത്യങ്ങൾ ഒഫൻസുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതുപോലെ സെക്ഷൻ 2C കോഗ്നിസബിൾ ഒഫൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ സീരിയസ് നേച്ചറിലുള്ള ഒഫൻസുകളാണ്. പിന്നീട് നോൺ കോഗ്നിസബിൾ ഒഫൻസ് സെക്ഷൻ 2L പറയുന്നത്. അപ്പൊ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഒരു ഐഫൺ ഇടാൻ വിട്ടുപോയി. ഇൻവെസ്റ്റിഗേഷൻ ആണ് അടുത്ത ടോപ്പിക്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഇൻക്വയറിക്കായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ, ജുഡീഷ്യൽ പ്രൊസീഡിംഗ് എന്താണെന്നുള്ളതിന്റെ ഡെഫിനേഷൻ, സമൻസ് കേസ്, വാറന്റ് കേസ്, ഇതൊക്കെ എന്താണെന്നുള്ള ഡെഫിനേഷൻ, ഇതിനൊക്കെ കൃത്യമായിട്ട് സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനുകൾ മനസ്സിലാക്കുക. അതിന്റെ ഡെഫിനേഷന്റെ അകത്ത് എന്തൊക്കെ വരും എന്തൊക്കെ വരില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ഈ സിലബസ് ഒക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന രീതി, പാറ്റേണും കാര്യങ്ങളും നമുക്ക് അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ CRPCയുടെ അകത്ത് നിന്ന് വരുന്ന ഒരു രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അറസ്റ്റ് നമുക്കറിയാം, അറസ്റ്റ് 3 ടൈപ്പ് ഓഫ് ആളുകൾ അറസ്റ്റ് ചെയ്യാറുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്യാറുണ്ട്, മജിസ്ട്രേറ്റ് അറസ്റ്റ് ചെയ്യാറുണ്ട്, പ്രൈവറ്റ് പേഴ്സൺസ് അറസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് അറസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ 41 മുതൽ ആണ് സെക്ഷൻ 41ന്റെ അകത്ത് A, B, D എന്നൊക്കെ പറയുന്ന ഏരിയയിൽ നിന്നൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ സിലബസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ, ഒരു അറസ്റ്റഡ് പേഴ്സൺ എന്തൊക്കെ അവകാശങ്ങളുണ്ട്, അതുപോലെ അറസ്റ്റഡ് പേഴ്സണിനെ സെർച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ അറസ്റ്റ് ടു പ്രിവെന്റ് കമ്മീഷൻ ഓഫ് കോഗ്നിസബിൾ ഒഫൻസ്, സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അറസ്റ്റ് നടത്തുന്നത്, അങ്ങനെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ 24 hours അകത്ത് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ 47A, B, D, അതുപോലെ 43, 44, 46, 50 എന്ന് പറഞ്ഞിട്ട് ഒരു 54 ഉണ്ട്, 57 ഉണ്ട്, പിന്നെ സെക്ഷൻ 167, 151 ഓഫ് CRPC. ഈ ഒരു ഭാഗത്ത് പറയുന്ന സെക്ഷൻസ് ഒക്കെയാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തത്. മൂന്നാമതായിട്ട് CRPCയിൽ പറയുന്നത് സമൻസ് ആൻഡ് വാറന്റ് ആണ്. സമൻസ് വാറന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സമൻസ് യഥാർത്ഥത്തിൽ സെർവ് ചെയ്യേണ്ടുന്ന ആളെ കണ്ടിട്ടില്ലെങ്കിൽ ആ സമൻസ് എന്ത് ചെയ്യും എന്ന രീതിയിൽ. അതുപോലെ സമൻസ് സർവീസ് ഓൺ ഗവൺമെന്റ് സെർവന്റ്, ഒരു ഗവൺമെന്റ് സെർവന്റിനാണ് സമൻസ് കൊടുക്കേണ്ടതിൽ അതെങ്ങനെ ഡെലിവറി ചെയ്യും. അതുപോലെ പിന്നെ വാറന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാറന്റ് ആർക്കാണ് വാറന്റ് ഡയറക്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ പോലീസ് ഓഫീസർക്ക് വാറന്റ് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള വാറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ സമൻസ് വാറന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ കൃത്യമായിട്ട് സെക്ഷൻ 62, 64, 66 മുതൽ 77 വരെയുള്ള 32, 74, 77 വരെയുള്ള ഒരു ഭാഗമാണ് IPCയിലെ സെക്ഷനിലാണ് ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സമൻസ് ആൻഡ് വാറന്റ് ആയിട്ട് CRPCയുടെ സിലബസിൽ 5 മാർക്കിന്റെ ഏരിയ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടിന്യൂ ചെയ്യുകയാണ്. CRPCയിൽ നിന്നുള്ള അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ സീജറുമായി ബന്ധപ്പെട്ട ഏരിയ ആണ്. അതിൽ കൃത്യമായിട്ട് 3 സെക്ഷനുകൾ മാത്രമേ പറയുന്നുള്ളൂ. സെക്ഷൻ 100(2) ആണ്. അതെന്ന് പറഞ്ഞാൽ പവർ ഓഫ് പോലീസ് ഓഫീസർ ടു സീഷർ സർട്ടൻ പ്രോപ്പർട്ടി, ചില സ്വത്തുക്കൾ, ചില പ്രോപ്പർട്ടി കണ്ടുകെട്ടാനുള്ള പോലീസ് ഓഫീസർമാരുടെ അധികാരത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സെക്ഷൻ 100(2) ഓഫ് CRPCയിൽ പറയുന്നത്. 100(5)(e) പറയുന്ന ഒരു കാര്യമുണ്ട്, സീഷർ ഓർ അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ. അപ്പൊ അതുണ്ട്. അതുപോലെ തന്നെ അതിൽ പിന്നെ ഒരു ടോപ്പിക്കും കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സെക്ഷനും കൂടെ ഉള്ളൂ,
സെക്ഷൻ 105 H എന്ന് പറയുന്ന സെക്ഷൻ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ഇൻ സർട്ടൻ കേസസ്, ചില കേസുകളിൽ പ്രോപ്പർട്ടി കണ്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഏരിയയാണ് സീഷറുമായി ബന്ധപ്പെട്ട് കൊടുത്തേക്കുന്നത്. അടുത്തൊരു അഞ്ചാമതായിട്ട് വരുന്ന CRPC വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ 4 കാര്യങ്ങളെ പറയുന്നുള്ളൂ, 4 സെക്ഷനുകളാണ്. 106, 108, 109, 110 എന്നുള്ള 4 സെക്ഷനുകളാണ് വരുന്നത്. സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് ദ പീസ് ഓൺ കൺവിക്ഷൻ, സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ ഫ്രം പേഴ്സൺസ് ഡിസെമിനേറ്റിംഗ് സെഡീഷ്യസ് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ ഫ്രം ഹാബിച്വൽ ഒഫൻഡേഴ്സ്, അല്ലെങ്കിൽ സസ്പെൻഡഡ് പേഴ്സൺസ് എന്നൊക്കെ പറയുന്ന ആ ഒരു നല്ല നടപ്പുമായി ബന്ധപ്പെട്ട് ഒരാൾ സെക്യൂരിറ്റി എൻഷുർ ചെയ്യേണ്ടുന്ന കാര്യം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നീട് ആറാമതായിട്ട് CRPC അല്ലെങ്കിൽ അവസാനമായിട്ടും CRPC ഭാഗത്തു നിന്ന് വരുന്ന ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആണ്. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ CRPCയുടെ സെക്ഷൻ 155 to 174 വരെയുള്ള ഒരു സെക്ഷൻസ് ആണ് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇപ്പൊ 2022 നടന്ന SI എക്സാമിന്റെ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് 3ഓളം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇപ്പൊ 2023 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ CRPCയിൽ ക്വസ്റ്റ്യൻ വന്ന ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആണ്. അപ്പൊ ഇൻഫർമേഷൻ ആസ് ടു നോൺ കോഗ്നിസബിൾ കേസസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സച്ച് കേസസ്, കോഗ്നിസബിൾ കേസുകൾ അന്വേഷിക്കാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരം, ഇൻവെസ്റ്റിഗേഷന്റെ പ്രൊസീജിയേഴ്സ്, വിറ്റ്നസിന് എക്സാമിനേഷൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഒരാൾ കൺഫെഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് 164 ഒക്കെ മജിസ്ട്രേറ്റ് കൺഫെഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രൊസീജിയേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ പോലീസ് ടു ഇൻക്വയർ ആൻഡ് റിപ്പോർട്ട് ഓൺ സൂയിസൈഡ്, അതെങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ആണ് യഥാർത്ഥത്തിൽ ആ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പ്രാക്ടിക്കൽ സെൻസിലുള്ള ക്വസ്റ്റ്യൻസ് 2022 ചോദിച്ചിട്ടുണ്ട്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് കാണാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്ര ഏരിയയാണ്, നമ്മളൊരു 6ഓളം ഏരിയ ആയിട്ട് നമ്മൾ നമ്മുടെ CRPC ടോപ്പിക്കിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് അടുത്തൊരു സബ്ജക്റ്റിലേക്ക് ഇപ്പൊ 10 മാർക്ക് IPC 10 മാർക്ക്, IPC 5 മാർക്ക്, CRPC 5 മാർക്ക്, അങ്ങനെ മൊത്തം 10 മാർക്കിന്റെ ഒരു ഏരിയ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് പാർട്ട് 3 ഭാഗം 1 അല്ലെങ്കിൽ പാർട്ട് 3 A എന്ന് പറയുന്ന അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന കാറ്റഗറി 1 എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്, IT ആക്ട് ആണ്. അപ്പൊ IT ആക്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള 2000 വന്നിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമമാണ് IT ആക്ട് എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അപ്പൊ അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ഭാഗത്ത് വരുന്ന എന്ന് പറഞ്ഞാൽ സെക്ഷൻ 43 എന്താന്നുള്ള സെക്ഷൻ 43 ആണ് നമ്മുടെ സിലബസിൽ വരുന്നത്. സെക്ഷൻ 43 എന്ന് പറഞ്ഞാൽ പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടറിനും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും ഒക്കെ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ കോമ്പൻസേഷന് പെനാൽറ്റി എങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്ന കാര്യമാണ്. പിന്നീട് 43 ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറഞ്ഞ സെക്ഷൻ, അതിന്റെ അകത്ത് ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിന്റെ അകത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ അകത്ത് ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ടുന്ന കോമ്പൻസേഷൻ എത്രയാണ് എന്ന് പറയുന്നതാണ്. പിന്നീട് വന്നിട്ട് അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചും കൂടെ ഗൗരവത്തിൽ പഠിക്കേണ്ടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതില് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ 65 കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട് അതിന് ടാമ്പർ ചെയ്യുന്ന ഒഫൻസ് മുതൽ എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ്, ചീറ്റിംഗ് ബൈ പേഴ്സണൈസേഷൻ, അതുപോലെ വയലേഷൻ ഓഫ് പ്രൈവസി, സൈബർ ടെററിസം, പബ്ലിഷിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഓഫ് ഒബ്സ്കീൻ മെറ്റീരിയൽ, സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട്, അങ്ങനെയുള്ളതൊക്കെ ഇലക്ട്രോണിക് ഫോമിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പോണോഗ്രഫി, ചൈൽഡ് പോണോഗ്രഫി, ഇങ്ങനെ വരുന്ന കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ 65 മുതൽ 67B വരെയുള്ള ഭാഗത്ത് വരുന്ന ഒരുപാട് ഒഫൻസുകൾ ഉണ്ട്, സൈബർ ക്രൈംസ് ഉണ്ട്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകൾ ഉണ്ട്. അപ്പൊ ആ ഒഫൻസുകളൊക്കെ എന്താണ് ഒഫൻസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഒഫൻസ് മാത്രം പഠിച്ചാൽ പോരാ, ഒഫൻസിനുള്ള പണിഷ്മെന്റും കൂടെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ്, അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ IT ആക്ടിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നൊരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് തന്നെ വരുന്ന അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒഫൻസ്, അതുപോലെ തന്നെ
ഒഫൻസസ് വിത്തിൻ 3 years ഓഫ് ഇംപ്രിസൺമെന്റ് ടു ബി ബെയിൽ. 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബെയിൽ കിട്ടും എന്ന് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ഈ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് സൈബർ ക്രൈംസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് പറ്റുന്നത്, ആർക്കാണ് അതിനുള്ള അധികാരമുള്ളത് എന്നൊക്കെ ഡീൽ ചെയ്യുന്ന സെക്ഷൻ 78. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചെറിയൊരു ഭാഗമാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. കാര്യം ഇത്ര വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. എന്നാൽ ഇതൊക്കെ ഒരു വായന അല്ലെങ്കിൽ ഒരു തവണ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കാവുന്ന കാര്യമാണ്. IPC ഒരുപാട് ഏരിയ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു 5 മാർക്ക് കിട്ടുന്നതെങ്കിൽ വളരെ കുറച്ച് ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണ് IT ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ 5 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി പാർട്ട് 3യിൽ തന്നെ വരുന്ന സെക്കൻഡ് ടോപ്പിക് 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ വരുന്ന ഒരു ആക്ട് ആണ്, സ്റ്റാറ്റ്യൂട്ട് ആണ്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. വിവരാവകാശ നിയമമാണ്. 2005 ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു സുപ്രധാന നിയമമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിൽ ആകെ 4 ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ തന്നത്. ആ 4 ടോപ്പിക്കിൽ നിന്ന് 3 മാർക്ക് എന്നുള്ളതാണ്. അതും കുറച്ചും കൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. IPCയുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ RTA ആക്ടിന്റെ സെക്ഷൻ 2F ഇൻഫോർമേഷൻ എന്താണ്, എന്തൊക്കെയാണ് ഇൻഫോർമേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഡെഫിനിഷനിൽ നിന്ന് അതുമായി റിലേറ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് സെക്ഷൻ 8 ആണ് നമ്മൾ നോക്കേണ്ടത്. എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫോർമേഷൻ. ചില ഇൻഫോർമേഷനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന വിവരങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടുന്ന വിഷയങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നതാണ് സെക്ഷൻ 8. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സെക്ഷൻ 9 ഗ്രൗണ്ട്സ് ഫോർ റിജക്ഷൻ ടു ആക്സസ് ഇൻ സർട്ടൻ കേസസ്. ചില കേസുകളിൽ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് റിജക്ട് ചെയ്യും. അങ്ങനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് പറയുന്നു. എന്താണ് തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറി ആരാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സെക്ഷൻ 11 പറയുന്നത്. അപ്പൊ ഈ ഒരു 4 ടോപ്പിക്കുകൾ, വളരെ ചെറിയ 4 സെക്ഷനുകൾ മാത്രം, ആ 4 സെക്ഷനുകളിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പാർട്ട് 3യുടെ രണ്ടാമത്തെ ടോപ്പിക് ആയിട്ട്, രണ്ടാമത്തെ ഏരിയ ആയിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ പാർട്ട് 3യുടെ 3ാമത്തെ ഏരിയ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പൊ ഭരണഘടന ഞാനല്ല ആക്ച്വലി ഡീൽ ചെയ്യുന്നത്, വേറെ ടീച്ചർ ആയിരിക്കും നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യുക. അപ്പം എന്നാലും ജസ്റ്റ് ഒരു ബേസിക്സ് പറയുകയാണെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഏരിയയാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിലും നിങ്ങൾ നോർമലി ഒരു PSC എക്സാം എഴുതുന്ന ആളുകൾക്ക് ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ അറിയായിരിക്കും. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതിന്റെ മേക്കിംഗ്, ബേസിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ബോറോഡ് പ്രിൻസിപ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പാർട്ട് 2 സിറ്റിസൺഷിപ്പ്, പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്, പാർട്ട് 4 എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പാർട്ട് 4 ഫണ്ടമെന്റൽ ഡ്യൂട്ടി, യൂണിയൻ എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇങ്ങനെയുള്ള അറ്റോർണി ജനറൽ, ഇങ്ങനെയുള്ള യൂണിയൻ എക്സിക്യൂട്ടീവ്, പ്രൈം മിനിസ്റ്റർ, ഒക്കെ വരുന്ന യൂണിയൻ എക്സിക്യൂട്ടീവ്. അതുപോലെ യൂണിയൻ ലെജിസ്ലേച്ചർ, പാർലമെന്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ യൂണിയൻ ലെജിസ്ലേച്ചർ ആയിട്ട് വരുന്നു. പിന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ഗവർണർ, ഇങ്ങനെയുള്ള ആളുകൾ വരുന്നു. അഡ്വക്കേറ്റ് ജനറൽ, ഇങ്ങനെയുള്ള ആളുകൾ വരുന്നു. അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, നിയമസഭ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇങ്ങനെയുള്ള ഏരിയ. അതുപോലെ അമെന്റ്മെന്റ് 106 അമെന്റ്മെന്റുകൾ ഭരണഘടനയിൽ വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിട്ടുള്ള UPSC, PSC, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ, ഇങ്ങനെയൊക്കെ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നാഷണൽ കമ്മീഷൻ ഫോർ SC ST ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് തുടങ്ങിയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടുള്ള നാഷണൽ കമ്മീഷൻസ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിൽ പറയുന്ന ഫെഡറലിസം, ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, അതിന്റെ അകത്ത് വരുന്ന 3 ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ. പിന്നെ ഇന്ത്യയുടെ ജുഡീഷ്യൽ സ്ട്രക്ചർ, ജുഡീഷ്യറി, ഹൈക്കോർട്ട്, സുപ്രീം കോടതി, ഇങ്ങനെയുള്ള ജുഡീഷ്യൽ സ്ട്രക്ചർ. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾ നിത്യേന മറ്റ് പരീക്ഷകൾക്കും പഠിക്കുന്ന ഒരു ഏരിയ ആണ്. 7 മാർക്കിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് ബേസിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 7 മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ് നമ്മുടെ സിലബസിൽ പാർട്ട് 3യിൽ 3ാമതായിട്ട് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ. അടുത്തതായിട്ട് 4ാമതായിട്ട് പറയുന്ന ഏരിയ ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് ആണ്. 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. അപ്പൊ ബേസിക്സ് ഓഫ് IT എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ടെക്നിക്കലി ഉള്ള ഒരു ഏരിയ ആണ് അവിടെ വരുന്നത്. അപ്പൊ ആ ഒരു ഭാഗം യഥാർത്ഥത്തിൽ ഞാനല്ല ക്ലാസ് എടുക്കുന്നത്, അപ്പൊ വേറെ ടീച്ചേഴ്സ് ആയിരിക്കും എടുക്കുക. ബേസിക്സ് ഓഫ് IT ഞാൻ ഇവിടെ ഡീൽ ചെയ്യുന്നത്
സൈബർ ക്രൈംസ് ആണ്. അപ്പൊ ബേസിക്സ് ഓഫ് IT പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് സോഷ്യൽ മീഡിയ, എന്താണ് ഓൺലൈൻ പോർട്ടൽ, വ്ലോഗ്, ഇമെയില്, ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർ, സൈബർ ഫോറൻസിക്, ഇങ്ങനെയുള്ള CDR അനലൈസിസ്, IMEI നമ്പർ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യം, ഡിജിറ്റൽ എവിഡൻസ്, CCTV ക്യാമറ, ATM, ഇങ്ങനെയൊക്കെയുള്ള ഡൈനാമിക് IP അങ്ങനെയൊക്കെയുള്ള ഏരിയാസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു ഏരിയ വേറൊരാൾ ഡീൽ ചെയ്യും. ഇവിടെ ഞാൻ എടുക്കുന്ന ഒരു ഏരിയ അതിലെ പാർട്ട് 4 രണ്ടാമത്തെ ഏരിയ ആണ്. ബേസിക്സ് ഓഫ് IT അല്ല, പകരം സൈബർ ക്രൈംസ് ആണ്. അത് IT ആക്ട് പഠിക്കുന്ന സമയത്ത് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഹാക്കിംഗ് എന്താണ്, അതിന് കൃത്യമായിട്ട് സെക്ഷൻ ഒന്നുമില്ല. പക്ഷെ IT ആക്ടിന്റെ കൂടെ നമ്മൾ ഇതും കൂടെ പഠിച്ചു പോകുന്നതാണ്. ഹാക്കിംഗ്, സൈബർ ബുള്ളിങ്, സൈബർ സ്റ്റോക്കിംഗ് കൃത്യമായിട്ട് IPC അകത്തും പ്ലസ് IT ആക്ടിനകത്തും പറയുന്നുണ്ട്. ഡിനയൽ ഓഫ് സർവീസ്, അറ്റാക്ക്, അതുപോലെ വെബ് ഡിഫേസ്മെന്റ്, സ്പൂഫിംഗ്, മോർഫിംഗ്, വിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഐഡന്റിറ്റി തെഫ്റ്റ്, ഡാറ്റ തെഫ്റ്റ്, പോർണോഗ്രഫി, ചീറ്റിംഗ്, ഓൺലൈൻ ഫ്രോഡ്സ്, സോഴ്സ് കോഡ് ടാമ്പറിംഗ്, ചൈൽഡ് പോർണോഗ്രഫി, ഇങ്ങനെയുള്ള സൈബർ ടെററിസം ഏറ്റവും ശിക്ഷ കിട്ടുന്ന സൈബർ മേഖലയിലെ കുറ്റകൃത്യമാണ്. ഇപ്പൊ ഇതുപോലെയുള്ള ക്രൈംസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ IT ആക്ട് ആയിട്ട് ക്ലബ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് രണ്ടിനും കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അപ്പം 5 മാർക്ക്, 10ൽ 5 മാർക്കിന്റെ ഏരിയ ഞാനല്ല എടുക്കുന്നെങ്കിൽ ഒരു 5 മാർക്ക് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ ക്രൈംസ് IT ആക്ടുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ഏരിയയും കൂടെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പാർട്ട് 4 ആയിട്ട് വരുന്നത്. ഇനി അവസാനത്തെ പാർട്ട് 5 ആണ്. ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി, 10 മാർക്കിനുള്ള ഏരിയ ആണ്. അത് ഓഫ് കോഴ്സ് വേറെ ടീച്ചറാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾക്ക് വേറെ ക്ലാസ് ആയിട്ടോ സെപ്പറേറ്റ് ഓറിയന്റേഷൻ ആയിട്ടോ ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2023 ഈ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്ന ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ IPC, CRPC, IT ആക്ട് പ്ലസ് സൈബർ ക്രൈംസ് പ്ലസ് അതിന്റെ കൂടെ വരുന്നത് ഇൻഫോർമേഷൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, ഈ ഒരു ഭാഗത്തു നിന്നുള്ള 2023 ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ വെക്കുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏത് മേഖലയിൽ നിന്നാണ് 2023 നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി എക്സ്റ്റെൻഡ് ടു വോളണ്ടറി കോസിംഗ് ഓഫ് ഡെത്ത് ഓഫ് ദ റോങ് ഡൂർ ഇഫ് ദ ഒഫൻസ് ഈസ് ഡാഷ്. ഇവിടെ ഏരിയ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഓപ്ഷൻ ആയിട്ട് റോബറി, ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റ്, തെഫ്റ്റ്, ഓൾ ഓഫ് ദി എബവ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരാള് അയാളുടെ പ്രൈവറ്റ് ഡിഫൻസ്, അയാളെ ശരീരത്തെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെ ഒക്കെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരാൾ ആക്രമിക്കാൻ വരുന്ന സമയത്ത്, തെഫ്റ്റിന്റെ ഭാഗമായിട്ട്, രാത്രി വീട് കൊത്തി തുറന്ന് വരുന്നതിന്റെ ഭാഗമായിട്ട്, റോബറിയുടെ ഭാഗമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പ്രൈവറ്റ് ഡിഫൻസ് വിനിയോഗിക്കാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഏത് ഏരിയയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൈവറ്റ് ഡിഫൻസ് ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എക്സെപ്ഷൻസ് ആണ്. IPCയിൽ പറയുന്ന IPCയുടെ ചാപ്റ്റർ 4 പറയുന്ന ജനറൽ എക്സെപ്ഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു സെക്ഷൻ 76 മുതൽ 100(6) വരെ വരുന്ന ഒരു ഏരിയ, ആ ഏരിയയിൽ നിന്ന് വരുന്ന പ്രൈവറ്റ് ഡിഫൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ വന്നേക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസുമായി ബന്ധപ്പെട്ട സെക്ഷൻ 96 മുതൽ തുടങ്ങുന്ന സെക്ഷനുകളാണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് കൊടുത്ത് പോകണം. അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 5 ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ IPCയെ ബന്ധപ്പെട്ട് ഇവിടെ നോക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൈൻഡ് ഓഫ് ഹേർട്ട് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ഗ്രീവിയസ് ഹേർട്ട്? ഒരു ഹേർട്ട് എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് അത് ഗ്രീവിയസ് ഹേർട്ട് ആയിട്ട് മാറുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന ഭാഗം നമ്മൾ പറയണ്ടായി. അപ്പൊ ആ ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന 299 കൾപ്പബിൾ ഹോമിസൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, മർഡർ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നൊരു അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഹേർട്ടും ഗ്രീവിയസ് ഹേർട്ടും ഒക്കെ. അപ്പൊ സെക്ഷൻ 319 ഹേർട്ട് എന്താന്ന് പറയുന്നു, ഗ്രീവിയസ് ഹേർട്ട് സെക്ഷൻ 320 പറയുന്നു. വോളണ്ടറിലി ഗ്രീവിയസ് ഹേർട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോളണ്ടറിലി ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള പണിഷ്മെന്റ് അതൊക്കെ എന്താന്നൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഭാഗത്ത് ഓഫ് ഹേർട്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ IPCയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എപ്പോഴാണ് ഒരു ഹേർട്ട് ഗ്രീവിയസ് ഹേർട്ട് ആയിട്ട് മാറുക എന്നുള്ളതിന് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ എക്സാമ്പിളും എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റെ അകത്ത് മാസ്കുലേഷൻ അതുപോലെ
പെർമനന്റ് പ്രിവേഷൻ ഓഫ് സൈറ്റ് ഓഫ് ഏതർ ഐ. ഇപ്പൊ ഒരാളുടെ പെർമനന്റ് ഒരു അവയവത്തിന് അംഗഭംഗം വരികയാണെങ്കിൽ അതൊക്കെ എന്താണ്? ഗ്രീവിയസ് ഹേർട്ട് ആണ്, മാസ്കുലേഷൻ ഗ്രീവിയസ് ഹേർട്ട് ആണ്. അപ്പൊ ഇങ്ങനെ ബോത്ത് എ ആൻഡ് ബി എന്ന് വരുന്നതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡെഫിനിഷന്റെ അകത്ത് തന്നെ നമ്മൾ ഇതൊക്കെ ആ ടോപ്പിക് പറയുന്ന സമയത്ത് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പൊ ഒഫൻസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്ന ഹേർട്ടുമായി ബന്ധപ്പെട്ട് വന്ന ഗ്രീവിയസ് ഹേർട്ടുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു നമ്മൾ മനസ്സിലാക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് obstructs a path along which Z has right to pass. Z എന്ന് പറയുന്ന ആൾക്ക് നടന്നു പോകാൻ അല്ലെങ്കിൽ പോകാൻ അവകാശപ്പെട്ട ഒരു പാത ആര് ബ്ലോക്ക് ചെയ്യുന്നു? എ എന്ന് പറയുന്ന ആള് ഒബ്സ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നു. ആൻഡ് നോട്ട് ബിലീവിംഗ് ഇൻ ഗുഡ് ഫെയ്ത്ത് ദാറ്റ് ഹി ഹാസ് റൈറ്റ് ടു സ്റ്റോപ്പ് ദ പാത്ത്. അവന് തടഞ്ഞു വെക്കാൻ അവകാശം ഉണ്ടെന്നൊന്നും അയാൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ മനഃപൂർവ്വം തടഞ്ഞു വെച്ചതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ Z is thereby prevented from passing. Z-നെ പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഒരാളുടെ വഴി തടഞ്ഞു എന്നുള്ളതാണ്, പാത്ത് തടഞ്ഞു, ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് എന്ത് ഒഫൻസ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പീനൽ കോഡിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്ന് ഡയറക്ട്ലി ഡെഫിനിഷൻ ചോദിക്കുന്നു. അപ്പൊ ഹേർട്ടുമായി ബന്ധപ്പെട്ട് വന്ന ആ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് ഹേർട്ടിന്റെ ഡെഫിനിഷൻ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ടിന്റെ ഡെഫിനിഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതാണ് ടൈപ്പ് 1. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡെഫിനിഷനെ അതുപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് ആ ഡെഫിനിഷനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് കറക്റ്റ് എന്താ, ഒരു എക്സാമ്പിൾ തരുവാണ് ചെയ്യുന്നത്. ഒരു ഒഫൻസിനുള്ള എക്സാമ്പിൾ തരുവാണ്. എന്നിട്ട് അത് എന്ത് തരം ഒഫൻസ് ആണ് എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഒരാള് മറ്റൊരാളുടെ പാത്ത് തടയുന്നു, തടഞ്ഞു വെക്കുന്നു. അതിലൂടെ അയാൾക്ക് മറ്റേ ആൾക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൂടെ എന്ത് കുറ്റകൃത്യമാണ് ഈ വ്യക്തി ചെയ്തത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് പറയാം, റോങ്ഫുൾ റെസ്ട്രെയിന്റ് ആണ്. റോങ്ഫുൾ റെസ്ട്രെയിന്റ് സെക്ഷൻ 339 പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അതും ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് 339 339. അതാണ് റോങ്ഫുൾ റെസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്ഷൻ 340 അതുമായി ബന്ധപ്പെട്ട ഒഫൻസ് പണിഷ്മെന്റുകളൊക്കെ അതിനുശേഷം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ഒന്ന് ഡെഫിനിഷൻ, അതുപോലെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സെക്ഷനെ നേരിട്ട് കറക്റ്റ് ഡയറക്ട്ലി ചോദിക്കുന്ന ചോദ്യം. രണ്ടൊരു എക്സാമ്പിളിലൂടെ ഒരു ഒഫൻസിന്റെ ഗുണഗണങ്ങളൊക്കെ തന്നിട്ട് അത് എന്ത് തരം ഒഫൻസ് ആണ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. മൂന്നാമതായിട്ട് വരുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2, 3, 4 ഓപ്ഷൻ, അതും മിക്കതും ഡെഫിനിഷനിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള 3-4 കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഒന്നും ആവാം. 3-4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടും തരാറുണ്ട്. അങ്ങനെ ഒരു 3 രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇതും എന്താണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാന്ദർഭികമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് വന്നിട്ട് അത് എന്ത് തരം ഒഫൻസ് ആണ് എന്ന് ചോദിക്കുന്നതാണ്. ഇവിടെ എ എന്ന് പറയുന്ന ആള് obtains property from Z by saying your child is in the hands of my gang. നിങ്ങളുടെ കുട്ടീനെ ഞാൻ കസ്റ്റഡി വെച്ചേക്കാണ്. 10,000 രൂപ. നമ്മൾ സിനിമകളിലൊക്കെ റാഞ്ചി റാവു സ്പീക്കിംഗ് ഒക്കെ നമുക്കറിയാം. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. തട്ടിക്കൊണ്ട് അല്ലെങ്കിൽ നിത്യ ജീവിതത്തിലും പത്രങ്ങളിലൊക്കെ കാണുന്നതാണ്. ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് പൈസ ചോദിക്കുക, എന്നിട്ട് പൈസ വന്നാൽ മാത്രമേ വിട്ടരുള്ളൂ, അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറയുന്ന ഒരു പ്രവണതയൊക്കെ നമുക്കറിയാം. ഇത് എന്ത് തരം ഒഫൻസ് ആണ്? ഇതിന്റെ ഡെഫിനേഷൻ ഇങ്ങനൊരു സന്ദർഭം തന്നിട്ട് ചോദിക്കുകയാണ്, ഇത് എന്ത് തരം ഒഫൻസ് ആണ്? ഇത് എന്താണ്? കൃത്യമായിട്ട് എക്സ്റ്റോർഷൻ ആണ്. റോബറി അല്ല, ഡെക്കോയിറ്റി അല്ല, തെഫ്റ്റ് അല്ല. അപ്പൊ അതൊക്കെ എന്താന്ന് നമുക്ക് മനസ്സിലാവണം. എക്സ്റ്റോർഷൻ എന്താന്ന് മനസ്സിലാവണം. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ, എക്സ്റ്റോർഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ പരീക്ഷയ്ക്ക് അതുപോലെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പം എക്സ്റ്റോർഷൻ എന്താണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റോർഷനുമായി ബന്ധപ്പെട്ട് മുമ്പ് ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതൊരു കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആയിട്ട് നമ്മൾ ആ ടോപ്പിക്കിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് ആ ഒരു ഭാഗത്ത് നിന്ന് എക്സ്റ്റോർഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ 383 ആണ്. അപ്പൊ അതിന്റെ അകത്ത് തന്നെ IPCക്ക് അകത്ത് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വെച്ചാണ് നമ്മുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാറുള്ളത്. അപ്പൊ ആ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ. അപ്പൊ അതിലേക്കുള്ള ഒരു ബ്രീഫ് ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇന്നത്തെ ഈ ഓറിയന്റേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനും കൂടെ എന്താണ്? IPCയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് കൃത്യമായിട്ട് സെക്ഷൽ ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ സെക്ഷൽ ഹരാസ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ് നമ്മളിവിടെ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുള്ളത്. സെക്ഷൽ ഹരാസ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ളത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
A man shall be guilty of the offense of sexual harassment under section 354A of the IPC if he commits താഴെ പറയുന്ന കാര്യങ്ങൾ. ഇതിൽ ഏതൊക്കെയാണ് സെക്ഷൽ ഹരാസ്മെന്റിന്റെ ഡെഫിനേഷനിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഡെഫിനേഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് അറിയേണ്ടതായിട്ടുള്ളത്. അപ്പം എന്താണ് ഈ പറയുന്ന 4 ഓപ്ഷനുകളും ഫിസിക്കൽ കോണ്ടാക്റ്റും അതുപോലെ അഡ്വാൻസസ് ഇൻവോൾവിംഗ് അൺവെൽക്കം എക്സ്പ്ലിസിറ്റ് സെക്ഷൽ ഓവർട്യൂഡ്സ്, ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള അൺവെൽക്കം ആയിട്ടുള്ള ജസ്റ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുക അത് സ്ത്രീയോട്, അത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ഒരു സ്ത്രീയുടെ വില്ലിങ്നെസ്സിന് എതിരായിട്ട് അവർക്ക് പോണോഗ്രഫി കാണിക്കുക അല്ലെങ്കിൽ സെക്ഷലി കളേർഡ് റിമാർക്സ് നടത്തുക, ഇതെല്ലാം എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ് ആണെന്ന് കൃത്യമായിട്ട് 354A ഡെഫിനിഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ നേരിട്ട് ചോദിച്ചേക്കുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പം ഇത്രയാണ് IPC ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടുള്ള. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, എന്നാലും മെയിൻ ആയിട്ടുള്ള ഇവിടെ നിന്നുള്ള കൃത്യമായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസ് 5 എണ്ണം അതാണ്. ഈ CRPCയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. CRPCയിലെ വാറന്റ് കേസ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ വാറന്റ് കേസ് നമ്മൾ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് തന്നെ സമൻസ് കേസ്, വാറന്റ് കേസ് എന്നതിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് വാറന്റ് കേസ് എന്നുള്ള കറക്റ്റ് ഡെഫിനിഷൻ ചോദിക്കുന്ന ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പം ഓപ്ഷൻ സി, അതായത് 1, 2 and 3 ആണ് ഇവിടെ. വാറന്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് റിലേറ്റിംഗ് ടു ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത്, അല്ലെങ്കിൽ പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, അല്ലെങ്കിൽ പണിഷ്മെന്റ് ഫോർ എ ടേം എക്സീഡിങ് 2 years. ഈ പറയുന്ന ആൻസർ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ആ ഡെഫിനേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ വാറന്റ് കേസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഒരു ഡെഫിനേഷന്റെ മിക്ക ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആണ്, ഡെഫിനേഷൻസ് ആണ്. ഇതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നമ്മൾ കറക്റ്റ് സെക്ഷൻ പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക എന്നുള്ള രീതി തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണം കൂടെ വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. CRPCയിൽ നിന്ന് വന്നിട്ടുള്ള അടുത്തൊരു ചോദ്യം, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ക്യാൻ require a person to show cause why he should not be ordered to execute a bond with sureties for good behavior എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ അകത്ത് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓപ്ഷൻ തന്നെയാണ്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് അതിന്റെ അകത്ത് വരുന്നത്. അപ്പൊ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എപ്പോഴാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഒരു പേഴ്സന്റെ അടുത്ത് ഷോക്കോസുമായി ബന്ധപ്പെട്ട് ഷോക്കോസ് റിക്കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു നമ്മുടെ സിലബസിന്റെ ഭാഗത്തുനിന്ന് പഠിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നേക്കുന്നത് CRPCയിൽ. അതൊരു പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് കൃത്യമായിട്ട് ഡെഫിനിഷൻ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇൻഫർമേഷൻ ടു പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 7ാം ഭാഗത്തു നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്. ആ ഒരു ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സെക്ഷൻ 157, 151 ഒക്കെ വരുന്ന ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ആ ഡെഫിനിഷൻ നോക്കി പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിംഗ് ഇന്ററോഗേഷൻ. അന്വേഷണത്തിന്റെ സമയത്ത് ഒരു അറസ്റ്റഡ് പേഴ്സണിന് ഒരു വക്കീലിനെ മീറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? ഇതും കറക്റ്റ് എന്താണ്, ഒരു സെക്ഷന്റെ ഡെഫിനിഷനെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ആ സെക്ഷന്റെ ടൈറ്റിലിനെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സെക്ഷൻ 41D എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിംഗ് ഇന്ററോഗേഷൻ എന്ന് പറയുന്ന അതാണ് സെക്ഷൻ 41D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനെ നേരിട്ട് അതുപോലെ അങ്ങ് ചോദിക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എനി പോലീസ് ഓഫീസർ മേ without an order from magistrate and without a warrant arrest any person if he is satisfied that. എപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിന്റെ ഓർഡറോ വാറന്റോ ഇല്ലാണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ CRPCയിൽ, അറസ്റ്റ് ഒരു പോലീസ് ഓഫീസർ വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് സെക്ഷൻ 41 പറയുന്നുണ്ട്. അതിന് കറക്റ്റ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താണ് ഈ പറയുന്ന 4 ഓപ്ഷൻസും കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് എപ്പോഴാണ് വാറന്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഓർഡർ ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ such arrest is necessary to prevent the person from committing any further offense. ഒരാൾ ഓൾറെഡി ഒരു കുറ്റകൃത്യം ചെയ്തു, ഇനിയും അയാൾ കുറ്റകൃത്യം ചെയ്യും എന്ന് കാണുകയാണെങ്കിൽ വാറന്റ് ഇല്ലെങ്കിലും അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അന്വേഷണം പൂർണ്ണമാകണമെങ്കിൽ പ്രോപ്പർ ആവണമെങ്കിൽ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം എന്നാണ് സാഹചര്യമെങ്കിൽ ആ വ്യക്തിയെ വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും.
and such arrest is necessary to prevent the person from causing the evidence of the offense to disappear or tamper. തെളിവ് നശിപ്പിക്കപ്പെടും എന്നുള്ള സാഹചര്യമാണെങ്കിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് പിന്നെ നാലാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് such arrest is necessary to prevent the person from making any inducement, threat or promise to any person. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഫാക്റ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്താനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നശിപ്പിക്കാനോ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ വാറന്റ് ഇല്ലെങ്കിലും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന ഈ പറയുന്ന എല്ലാ ഓപ്ഷനുകളും എന്താണ് ശരിയായിട്ടുള്ളതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് സെക്ഷൻ 41ന്റെ ഡെഫിനേഷനിൽ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മിക്ക ക്വസ്റ്റ്യൻ എന്താണ് ഡയറക്റ്റ് ഡെഫിനേഷനെ തന്നെ അതുപോലെ ക്വസ്റ്റ്യൻ ആയി ചോദിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും എൻക്വയറി എന്നതിന്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ ഡെഫിനേഷന്റെ ഭാഗത്ത് തന്നെ CRPCയുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഡെഫിനേഷൻ എന്തിന്റെയൊക്കെയോ ഡെഫിനേഷൻ ചോദിക്കുന്നുണ്ട്. വെയിലബിൾ ഒഫൻസിന്റെ, കോഗ്നിസബിൾ ഒഫൻസിന്റെ, അതിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഡെഫിനേഷൻ ചോദിക്കുന്നുണ്ട്. അതിനോടൊക്കെ കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ ആണ് ഇൻക്വയറി എന്താണ് എന്നുള്ളതിന്റെ. അപ്പൊ ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓപ്ഷൻ എയിൽ പറയുന്നതാണ് എന്താണ് ഇൻക്വയറി എന്നതിന്റെ ഡെഫിനേഷൻ. വീണ്ടും ഡെഫിനേഷൻ ആണ് വന്നിട്ടുള്ളത്. ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഇൻക്വയറി അതർ ദാൻ ട്രയൽ കണ്ടക്ടഡ് അണ്ടർ CRPC ബൈ എ മജിസ്ട്രേറ്റ് ഓർ കോർട്ട്. ഒരു കോർട്ട് CRPC പ്രൊസീഡിങ്ങിന്റെ അല്ലെങ്കിൽ ട്രയലിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്തതിന്റെ അപ്പുറത്തേക്കുള്ള ട്രയൽ അല്ലാത്ത മറ്റെല്ലാം എന്താണ്? അന്വേഷണമാണ്. ട്രയൽ ഒരിക്കലും ഇൻക്വയറി അല്ല, ട്രയൽ അല്ലാത്തതെല്ലാം അന്വേഷണമാണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ്ലി ഉള്ള ഒരു ഡെഫിനിഷൻ ചോദ്യമായിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് IT ആക്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ പറയുകയുണ്ടായി IT ആക്ടിൽ കൃത്യമായിട്ട് IT ആക്ടിന്റെ 43A എന്താണ് നമ്മുടെ സിലബസിൽ തന്നെ കൃത്യമായിട്ട് 43A എന്നുള്ള ഒരു കാര്യം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, which of the following statement is or are correct with reference to section 43 of the IT Act? 43A ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ്. ആദ്യം തന്നിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. 43A creates liability for compensation in the case of access to computer. 43A creates liability for compensation in case of securing access to a computer എന്ന് പറയുന്ന ഭാഗമാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ തന്നെ 43A എന്ന് പറയുന്ന സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിലബസിൽ കൊടുത്ത ടോപ്പിക്കിന് അതുപോലെ ക്വസ്റ്റ്യൻ ആക്കി തന്നേക്കുവാണ്. അടുത്ത ഇത് IPCയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിന്റെ ആൻസർ വരുന്നത് IPC ആണ്. ഇത് ആക്ച്വലി സിലബസിൽ വന്നിട്ടുള്ള ഒരു ഭാഗത്തു നിന്നുള്ളതല്ല. പക്ഷെ നമ്മൾ എൻ്റെ IPC മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ടേമിന്റെ ഒക്കെ ഡെഫിനിഷൻസ് IPCക്ക് അകത്ത് പറയുന്നുണ്ട്. ദ വേർഡ്സ് ഡിസ്ഹോണസ്റ്റ്ലി അതുപോലെ ഫ്രോഡുലൻറ്റ്ലി എന്ന് പറയുന്ന രണ്ട് വേർഡ്സിനെ ഏത് നിയമത്തിലാണ് ഇന്ത്യയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനറൽ ക്ലോസസ് ആക്ട് അല്ല, IPC ആണ്. ജനറൽ ക്ലോസസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഡെഫിനിഷൻസ് ഒക്കെ പ്രധാനപ്പെട്ട ലീഗലുമായി ബന്ധപ്പെട്ട ടേംസിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ആക്ട് ആണ്, സ്റ്റാറ്റ്യൂട്ട് ആണ് ഈ പറയുന്ന ജനറൽ ക്ലോസസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ക്ലോസസ് ആക്ടിലല്ല ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ പറയുന്ന ഡിസ്ഹോണസ്റ്റ്ലി, ഫ്രോഡുലന്റ്ലി ഒക്കെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഇന്റൻഷനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. അപ്പൊ ഡിസ്ഹോണസ്റ്റ്ലി എന്നൊക്കെ പറയുന്ന വേർഡിനെ IPCക്ക് അകത്താണ് ഡിഫൈൻ ചെയ്യുന്നത്. IPC 1860 ഡിസോണസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 24ലും ഫ്രോഡുലന്റ്ലിനെ സെക്ഷൻ 25ലും IPCയുടെ സെക്ഷൻ 24-25 ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഡെഫിനിഷൻസ് ആണ്, രണ്ട് ടേംസ് ആണ്. ബാക്കി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ IT ആക്ടിൽ ഇത് പറയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതാണ് മറ്റൊരു ചോദ്യം. അപ്പൊ പിന്നെ മറ്റു കൃത്യമായിട്ട് IT ആക്ടിൽ നിന്ന് വന്ന ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 4 ഒഫൻസുകളെ കൊടുത്തേക്കുവാണ്. അതിന് പാരലൽ ആയിട്ട് അതിന്റെ സെക്ഷനുകളെയും കൊടുത്തിട്ടുണ്ട്. മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ സൈബർ ക്രൈംസ് IT ആക്ടിൽ സൈബർ ക്രൈംസ് ആയിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് സെക്ഷൻ 65 മുതൽ നമ്മൾ പറഞ്ഞതാണ് സൈബർ ക്രൈംസിനെ പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തു നിന്നുള്ള 66ൽ തന്നെ BC-DE എന്ന് പറയുന്ന 4 സെക്ഷനുകളും അതിന് പാരലൽ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒഫൻസുകളെ ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഓപ്ഷൻ B ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 66B എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട എന്തിന്റെ ഡെഫിനേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സ് ആണ്. കമ്പ്യൂട്ടർ റിസോഴ്സിനെ മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒഫൻസ് ആണ്. രണ്ടാമതായിട്ട് 66C ആണ്, ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഒരാളുടെ
ഐഡന്റിറ്റി മോഷ്ടിച്ചിട്ട് സൈബർ ഇടത്തിൽ ഇടപെടുന്നതാണ്, ഫേക്ക് ഐഡന്റിറ്റി, മറ്റൊരാളുടെ ഐഡന്റിറ്റി യൂസ് ചെയ്യുന്നതാണ്. 66D എന്ന് പറയുന്നത് ചീറ്റിംഗ് ബൈ പാസോണേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടം നടത്തുകയാണ്, സൈബർ ഇടങ്ങളിൽ ആൾമാറാട്ടം നടത്തുകയാണ്. 66E എന്ന് പറയുന്നത് പ്രൈവസിയുടെ വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒഫൻസുകൾ. അപ്പൊ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് സൈബർ ക്രൈംസ് എന്താണെന്ന് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു. വളരെ ചെറിയൊരു ഏരിയയിൽ നിന്ന് 5 മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക് ആണ് ഈ IT ആക്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സൈബർ ക്രൈംസ് എന്താണ്. അപ്പൊ ആ ഒരു ഭാഗം മാത്രം നമ്മൾ സെക്ഷനും ആ ഒഫൻസിന്റെ പേരും മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യനുള്ള മാർക്കൊക്കെ. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യനും. ഐഡന്റിറ്റി തെഫ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ് ഈസ് പ്രൊവൈഡഡ് അണ്ടർ ഡാഷ്. ഐഡന്റിറ്റി തെഫ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ ഏത് നിയമപ്രകാരമാണ് ശിക്ഷ കിട്ടുക? നമുക്കറിയാം ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണ്, IT ആക്ടിലാണ് ആ ഒഫൻസിനെ കുറിച്ച് പറയുന്നത്. IPC ഐഡന്റിറ്റി തെഫ്റ്റ് ഓൺലൈൻ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. അപ്പൊ അത് IT ആക്ടിൽ പറയുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ അത് 66C പറയുന്നത് IT ആക്ടിന്റെ. ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ആ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യന്റെ അതും കോമൺ ആയിട്ട് ഐഡന്റിറ്റി തെഫ്റ്റ് ചോദിച്ചു എന്നാണ്. അപ്പൊ ആ ഒരു ഭാഗം സൈബർ ക്രൈംസ് എന്ന് പറയുന്ന ഭാഗം കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട് if there is any contravention of any provision of IT Act, the power to confiscate any combat disk related to thereto is provided under dash എന്നാണ്. അതും എന്താണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ അകത്ത് വരുന്ന കാര്യമാണ്. സെക്ഷൻ 76 പ്രകാരമാണ് അതൊരു ഒഫൻസ് ആണ്. അപ്പൊ 76ന്റെ ഡെഫിനിഷൻ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംസ് പഠിക്കണ സമയത്ത് പഠിച്ചു പോകുന്നതാണ്. അപ്പൊ അതും കറക്റ്റ് എന്താണ് ഒരു സെക്ഷന്റെ ഡെഫിനിഷൻ തന്നിട്ട് അത് ഏത് സെക്ഷൻ ആണ് എന്ന് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ അങ്ങനെ നേരിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോയി. അപ്പൊ നേരിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതും. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിങ്ങിന്റെ ഇപ്പൊ ഓരോ ഒഫൻസുകളെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഒഫൻസ് എന്ന് പറയും. ചില കേസുകളിൽ ആ ഒരു ഒഫൻസ് ചില സമയത്ത് ചില ആളുകൾ ചില സാഹചര്യത്തിൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് എക്സെപ്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചില കേസുകളിലൊക്കെ ഇപ്പൊ ഇന്റർനെറ്റ് ക്രൈംസ് പറയുന്ന സമയത്ത്, സൈബർ സ്റ്റോക്കിംഗ് പറയുന്ന സമയത്ത് ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡിൽ ഇത് ഇന്ത്യൻ പീനൽ കോഡായിട്ടും സൈബർ ക്രൈം ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. രണ്ട് നിയമങ്ങൾക്കകത്തും സ്റ്റോക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ സ്റ്റോക്കിംഗ് IPCയിൽ ഒരു ഒഫൻസ് ആണ്. അത് സൈബർ സ്റ്റോക്കിംഗ് ആയിട്ട് വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ IT ആക്ടിലാണ് സൈബർ സ്റ്റോക്കിംഗ് ആയിട്ട് അതിനെ പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് അതിന്റെ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. രണ്ട് രീതിയിലും സ്റ്റോക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഹ്യൂമന് അവരുടെ താല്പര്യം ഇല്ലാണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനെതിരായിട്ട് അവരെ ഫോളോ ചെയ്യുക, അവരുടെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സ്റ്റോക്കിംഗ് ആണ്. ഒരാളെ പിന്തുടരുന്നതാണ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാല്. അപ്പം പ്രേമലു സിനിമയൊക്കെ നമ്മൾ കണ്ട സമയത്ത് സ്റ്റോക്കിംഗ് ആണ് എന്ന് പറയുന്ന ഒരു നെസ്ലിന്റെ ക്യാരക്ടർ അടുത്തൊക്കെ നിങ്ങൾ ചെയ്യുന്ന സ്റ്റോക്കിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് സ്റ്റോക്കിംഗ്. ഒരാൾ അൺവാണ്ടഡ് ആയിട്ട് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് സ്റ്റോക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റോക്കിംഗ് കമ്പ്യൂട്ടർ മേഖലയിൽ ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ട് സ്റ്റോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിംഗ് അല്ലാണ്ടാവുന്ന സാഹചര്യം എപ്പോഴാണ്, അല്ലെങ്കിൽ സ്റ്റോക്കിങ്ങിന് കിട്ടുന്ന എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചില സമയത്ത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ പോലീസ് അതോറിറ്റീസ് ഒരു ക്രൈം പ്രിവെന്റ് ചെയ്യാനോ ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കാനോ വേണ്ടിയിട്ട് ആരെങ്കിലും സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോക്കിംഗ് ആവില്ല എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്, നിയമപ്രകാരം നിയമത്തിന്റെ എന്തെങ്കിലും പെർവ്യൂ ഉപയോഗിച്ച് ഒരാളെ ഫോളോ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നത് എന്തല്ല, സ്റ്റോക്കിംഗ് അല്ല എന്ന് പറയുന്നു. റീസണബിൾ അല്ലെങ്കിൽ ആ സ്റ്റോക്കിംഗ് നടത്തുന്ന ആ ഒരു ഇതിന് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റീസണബിൾനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസിൽ അത് സ്റ്റോക്കിംഗ് അല്ല എന്നൊക്കെ IPCക്ക് അകത്ത് കൃത്യമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ജനറലി നമ്മൾ അതിന്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ IT ആക്ടിന്റെ അകത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ സ്റ്റോക്കിങ്ങിന്റെ ഡെഫിനേഷൻ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് സ്റ്റോക്കിംഗ് അല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ പ്രിപ്പോസിഷൻ അമോങ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. ഇതെല്ലാം ഇൻഫർമേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട RTI ആക്ടുമായി ബന്ധപ്പെട്ട 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട ആക്ട് ആണ്. താഴെത്തന്നതിൽ എന്ത് കറക്റ്റ് അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 4 ഇസ് നോട്ട് കറക്റ്റ്. 4 മാത്രം ശരിയല്ല എന്നുള്ളതാണ് ഇതിൽ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം 4 ശരിയാണ് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ RTI ആക്ടിന് കൃത്യമായിട്ട് നോക്കുക. RTI ആക്ട്
ഇതിന്റെ അകത്ത് എന്തൊക്കെ RTA ആക്ട് ആയിട്ട് വരും, ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെ മൊത്തത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ ഇൻഫോർമേഷൻ എന്താണ്, എന്തൊക്കെ ഇൻഫോർമേഷൻസ് നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല, അതിന്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസും ആ 4 ടോപ്പിക് മാത്രമാണ് ആ ഒരു ഏരിയയിൽ നിന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇൻഫർമേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഇൻട്രസ്റ്റ്സ് ഓഫ് കോപ്പിറൈറ്റ് ഓഫ് എ പേഴ്സൺ അതർ ദാൻ ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഡെഫിനിഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയും ചോദിക്കാം. ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഡയറക്ട്ലി തന്നിട്ട് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ വെച്ചാൽ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ സെക്ഷൻ 9 ടോപ്പിക്കിൽ തന്നേക്കുവാണ്. അപ്പൊ സെക്ഷൻ 9 കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സെക്ഷൻ 9 അപ്പൊ ആകെ 4 ടോപ്പിക്കേ തന്നുള്ളൂ, അതിലൊന്ന് സെക്ഷൻ 9. അപ്പൊ സെക്ഷൻ 9 ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ ആയി ബന്ധപ്പെട്ട അതിന്റെ ടൈം പീരീഡ് ആണ് ചോദിച്ചേക്കുന്നത്. അത് എന്താണ് 40 days ആണ് ടൈം പീരീഡ്. അതൊക്കെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനും ഇതുമായി ബന്ധപ്പെട്ട തന്നെയാണ്. അവിടെ ഇന്റർമീഡിയറി എന്ന് പറയുന്ന ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റർമീഡിയറി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സിലബസിന്റെ അകത്ത് കൃത്യമായിട്ട് തന്ന ഒരു ഹെഡിങ് ആണ്. അപ്പോൾ എനി പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ വിത്ത് റെസ്പെക്ട് എനി പെർട്ടിക്കുലർ ഇലക്ട്രോണിക് റെക്കോർഡ് ഡിവൈസ് സ്റ്റോർസ് ട്രാൻസ്മിറ്റ്സ് ദാറ്റ് റെക്കോർഡ് ഈസ് ഡാഷ് എന്ന ഒരു ഡെഫിനിഷൻ. ഇന്റർമീഡിയറി എന്താ, ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ടെലികോം പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ ഡെഫിനിഷൻ, അതിന്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്റർമീഡിയറി ആണ്. നമ്മുടെ മൊബൈൽ കമ്പനികളൊക്കെ പോലെയുള്ള സംഭവമാണ്. അവരാണല്ലോ ഈ കസ്റ്റമേഴ്സിന്റെ യഥാർത്ഥത്തിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള അതിന്റെ ഡാറ്റ എടുക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നിട്ട് ഇതെല്ലാം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇന്റർമീഡിയറി എന്ന് പറയുക. അപ്പം അതായിരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും 2023 എസ്എ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്താണ് നമുക്ക് അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ഏരിയാസ് ജസ്റ്റ് IPC CRPC സിലബസിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് IPC CRPC ബന്ധപ്പെട്ട ഫോക്കസ് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ഒരു ഏരിയ മാത്രം പറഞ്ഞു പോവുകയാണ്. CRPC 164 സ്റ്റേറ്റ്മെന്റ് മൾട്ടിറേറ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 167, 157 എന്ന് പറയുന്ന സെക്ഷനുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ IPCയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള 2022 ചോദിച്ച ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ മിക്കതും 2023 റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ IPCയുടെ കേസിൽ കണ്ടത്. ഇതിൽ മാത്രമാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഡെഫിനേഷൻ ഓഫ് റേപ്പ് 2023 ചോദിച്ച സെക്ഷൽ ഹറാസ്മെന്റ് ആയിരുന്നെങ്കിൽ അതിന് മുമ്പത്തെ വർഷം റേപ്പിന്റെ ഡെഫിനേഷൻ ചോദിച്ചു. അതുപോലെ ജനറൽ എക്സെപ്ഷനിൽ നിന്ന് 2023 22 ക്വസ്റ്റ്യൻ ഉണ്ടായി. ഇവിടെ സെക്ഷൻ 89 പറയുന്ന ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന കാര്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു കുട്ടിയെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടാണ് അവിടെ ക്വസ്റ്റ്യൻ വന്നത്. ഒരു ഡോക്ടർ ഒരു കുട്ടിയുടെ സർജറി ചെയ്തു, ആ കുട്ടി ആ സർജറിയിൽ മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ അയാൾ ഒഫൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അവിടെ ഗുഡ് ഇന്റൻഷൻ ആണ്, ഗുഡ് ഫെയ്ത്തിൽ ചെയ്ത കാര്യമാണ്, കുട്ടിയെ ജീവൻ രക്ഷിക്കാൻ. പക്ഷെ രക്ഷിക്കാനായില്ല എന്നുണ്ടെങ്കിൽ അത് എക്സെപ്ഷൻ ആണ്, ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ആയിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് IPCയിൽ പറയുന്നുണ്ട്. അതേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ IPCയിൽ പറയുന്ന അതേ എക്സാമ്പിളിന് മാറ്റാണ്ട് അതുപോലെ ചോദിക്കുന്ന ഒരു പ്രവണതയായിരുന്നു നമ്മൾ 2022 IPCയിൽ കണ്ടത്. എക്സ്റ്റോർഷൻ, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് പൈസ ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ, ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 2022 23 റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. സൈബർ സ്റ്റോക്കിംഗ് 2023 ചോദിച്ചു, 2022 ചോദിച്ചു. IPCയിലെ സെക്ഷൻ 354D ആണ്. അത് IT ആക്ടുമായി ബന്ധപ്പെടുത്തിയിട്ടും അല്ലാണ്ടെയൊക്കെ 2 വർഷവും ചോദിച്ചു. പിന്നെ പണിഷ്മെന്റിന്റെ തിയറീസ് ഓഫ് പണിഷ്മെന്റ്, എന്തിനാണ് കുറ്റകൃത്യം അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എന്തിനാണ് ശിക്ഷ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പല പല തിയറീസ് ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ 2022 2 ചോദ്യം ഉണ്ടായിരുന്നു. ഒന്ന് തിയറീസ് ഓഫ് പണിഷ്മെന്റിന്റെ പേർപ്പസ്, അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പണിഷ്മെന്റ് അല്ലെങ്കിൽ പ്രത്യേക തിയറി കൊടുത്തിട്ട് അതിന്റെ പേർപ്പസ് എന്താണ് എന്ന രീതിയിൽ ചോദിച്ചു. ഓപ്പൺ എയർ ജയിൽസിന്റെ പേർപ്പസ്, എന്തിനാണ് ഈ ഓപ്പൺ എയർ ജയിൽസ് കൊടുക്കുന്നത്, അത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ കുറച്ചും കൂടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, കറക്റ്റ് എക്സാക്ട്ലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടായത് 2023 അപ്പൊ നമുക്ക് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷനിൽ നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊരു ഓറിയന്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്ലാസ് ആണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നമ്മൾ ഇത്രയും കൃത്യമായിട്ട് ഡെഫിനിഷൻസിനെ പറയും, സെക്ഷനുകളെ പറയും, ഓരോ നിയമത്തിന്റെ അകത്തുമുള്ള
ഓരോ സെക്ഷനുകളും പറയുമ്പോൾ അതിന്റെ ഇല്ലുസ്ട്രേഷൻസ്, എക്സാമ്പിൾസ് പറയും. അങ്ങനെ എക്സാമിന്റെ ഒരു മോഡലിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ ഞാനായിരിക്കും ഈ ഒരു വിഷയം, ഞാൻ പറഞ്ഞ അത്രയും വിഷയം ഞാനായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ അകത്ത് കേൾക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഒരു ക്ലാസ്സുമായിട്ട് സഹകരിച്ച അല്ലെങ്കിൽ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.